ഹലോ മക്കളെ, നമ്മൾ ഇന്ന് ഇന്ത്യയിലെ ഗതാഗതത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുടെ കൃഷി രീതികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്ത്യയിലെ ഓരോ കൃഷിയും ഏത് സംസ്ഥാനത്താണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്, അതേപോലെ തന്നെ ആ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ, മണ്ണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തു. അതേപോലെ തന്നെ ഇന്ത്യയിലെ ധാതു വിഭവങ്ങളെ കുറിച്ചിട്ട്, ഇന്ത്യയിൽ ഏതൊക്കെ ധാതുക്കളാണ് കാണുന്നത്, ഈ ധാതുക്കളൊക്കെ ഏത് സംസ്ഥാനത്താണ് കൂടുതലായി കാണപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ കോഡ് വെച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളതെല്ലാം പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് നമ്മൾ ഇന്ത്യയിലെ ഗതാഗത മാർഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഗതാഗതം എന്ന് പറയുമ്പോൾ നമ്മുടെ റോഡ് ഗതാഗതം തന്നെ നമുക്ക് ആദ്യമായിട്ട് എടുക്കാം. റോഡ് ഗതാഗതം ഈ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രാജ്യം ഏതാണ്? ലോകത്തിൽ വെച്ചിട്ട് റോഡ് ശൃംഖല ഏറ്റവും കൂടുതലുള്ളത് അമേരിക്കയിലാണ്, US-ലാണ് റോഡ് ശൃംഖല ഏറ്റവും കൂടുതലുള്ളത്. ഇന്ത്യക്ക് റോഡ് ശൃംഖലയിൽ 2ാം സ്ഥാനമാണുള്ളത്. റോഡ് ശൃംഖലയിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ് ഉള്ളത്. റോഡ് ശൃംഖലയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ്. ഇന്ത്യയിലെ റോഡുകൾ നമ്മൾ മെയിനായിട്ട് 4ആയി തിരിക്കാറുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? ദേശീയപാതകൾ, സംസ്ഥാന ഹൈവേകൾ, അതേപോലെ ജില്ലാ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ. ദേശീയപാത നാഷണൽ ഹൈവേ, അതന്നെ. പിന്നെ സംസ്ഥാനത്തൊരു സംസ്ഥാന ഹൈവേ സ്റ്റേറ്റ് ഹൈവേകൾ, ജില്ലാ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ. അപ്പൊ എങ്ങനെയാണ് ഇതിങ്ങനെ 4ആയി തിരിച്ചിരിക്കുന്നത്? അതായത് ഇവയുടെ ഈ റോഡുകളുടെ നിർമ്മാണത്തിന്റെയും നിർവഹണ ചുമതലകൾ ആർക്കാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് റോഡുകളെ നമ്മൾ മെയിനായിട്ടും നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ, ജില്ലാ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ എന്നിങ്ങനെ തിരിച്ചിട്ടുള്ളത്. അപ്പൊ നാഷണൽ ഹൈവേ എന്ന് പറയുമ്പോൾ അത് രാജ്യത്തിലെ പ്രധാനപ്പെട്ട തലസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ, പ്രധാന നഗരങ്ങൾ, തുറമുഖങ്ങൾ, അതേപോലെ തന്നെ തലസ്ഥാനങ്ങൾ. ഓരോ സംസ്ഥാനങ്ങൾക്കും തലസ്ഥാനങ്ങൾ ഉണ്ടാവുമല്ലോ. ഈ തലസ്ഥാന നഗരങ്ങളെയും പ്രധാനപ്പെട്ട നഗരങ്ങളെയും തുറമുഖങ്ങളെയൊക്കെ പരസ്പരം കണക്ട് ചെയ്യുന്ന റോഡുകളാണ് നാഷണൽ ഹൈവേ എന്ന് പറയുന്നത്. അപ്പൊ നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രധാനപ്പെട്ട നഗരങ്ങളെയും ഓരോ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളെയും തുറമുഖങ്ങളെയൊക്കെ പരസ്പരം കണക്ട് ചെയ്യുന്ന റോഡുകളാണ് നാഷണൽ ഹൈവേ എന്ന് പറയുന്നത്. ഈ നാഷണൽ ഹൈവേയുടെ ചുമതല ആർക്കാണ്? ഇത് കേന്ദ്ര സർക്കാരിനാണ് അല്ലെ. നിർമ്മാണവും നിർവഹണ ചുമതലകളൊക്കെ കേന്ദ്ര സർക്കാരിനായിരിക്കും. ഇനി അതിനുശേഷം സംസ്ഥാന ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ എന്ന് പറയുമ്പോൾ അത് ഈ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനത്തെ മറ്റ് ജില്ലാ ആസ്ഥാനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് സംസ്ഥാന ഹൈവേ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കേരളം എടുക്കുമ്പോൾ കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം. ഈ തിരുവനന്തപുരത്തെ മറ്റ് ജില്ലകളുടെ ആസ്ഥാനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന റോഡുകളെയാണ് നമ്മൾ സ്റ്റേറ്റ് ഹൈവേ എന്ന് പറയുക. ഈ സ്റ്റേറ്റ് ഹൈവേയുടെ നിർമ്മാണവും പരിപാലനവും ചുമതലകളെല്ലാം തന്നെ സംസ്ഥാന സർക്കാരുകൾക്കായിരിക്കും. ഓരോ സംസ്ഥാനത്തെയും സംസ്ഥാന ഹൈവേയുടെ ചുമതല അതത് സംസ്ഥാന സർക്കാരുകൾക്കായിരിക്കും. അതിനുശേഷം ജില്ലാ റോഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ജില്ലാ റോഡ് എന്ന് പറയുമ്പോൾ ജില്ലാ ആസ്ഥാനങ്ങളെ മറ്റ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന റോഡുകൾ. ജില്ലാ ആസ്ഥാനത്തെ മറ്റ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ജില്ലാ റോഡുകൾ. ജില്ലാ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും ചുമതല ജില്ലാ പഞ്ചായത്തുകൾക്കായിരിക്കും. ജില്ലാ റോഡുകളുടെ ചുമതല ജില്ലാ പഞ്ചായത്തുകൾക്ക്. ഇനി ഗ്രാമീണ റോഡ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമത്തിലെ മൊത്തം ആഭ്യന്തര സഞ്ചാരം അല്ലെ, ഗ്രാമത്തിലെ എല്ലാ വഴികളെയും എല്ലാ ഗ്രാമങ്ങളെയും പരസ്പരം കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള റോഡുകളാണ് ഗ്രാമീണ റോഡുകൾ എന്ന് പറയുന്നത്. ഈ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണവും നിർവഹണ ചുമതലയും വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. ഓരോരോ പഞ്ചായത്തുകൾക്ക് അല്ലെ, ആ പഞ്ചായത്തിൽ വരുന്ന ഗ്രാമങ്ങളെല്ലാം പരസ്പരം കണക്ട് ചെയ്യുന്ന റോഡുകൾ, ആ റോഡുകളുടെ നിർമ്മാണം, അതിന്റെ പരിപാലനം എല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ചുമതലയുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ലോകത്തിൽ തന്നെ ഇന്ത്യക്ക് 2ാം സ്ഥാനത്താണ്. എന്തിന്റെ കാര്യത്തിൽ? റോഡ് ശൃംഖലയുടെ കാര്യത്തിൽ. 1ാം സ്ഥാനം US-നാണ്. ഇനി ഇന്ത്യയിലെ റോഡുകളെ തന്നെ നമ്മൾ മെയിനായിട്ട് 4ആയി തിരിച്ചു. ആർക്കാണ് ഇതിന്റെ നിർമ്മാണവും നിർവഹണ ചുമതല, അതേപോലെ തന്നെ ഇത് കണക്ട് ചെയ്യുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെയാണ് എന്നതിനൊക്കെ അടിസ്ഥാനമാക്കി നമ്മൾ 4ആയി തിരിച്ചു അല്ലെ. ഒന്നാമത്തത് നമ്മൾ ദേശീയ പാതകൾ, നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞു. രണ്ടാമത്തത് സ്റ്റേറ്റ് ഹൈവേകൾ അല്ലെ, സംസ്ഥാന ഹൈവേകൾ എന്ന് പറഞ്ഞു. മൂന്നാമത്തത് ജില്ലാ റോഡുകൾ. നാലാമത്തത് ഗ്രാമീണ റോഡുകൾ. അതിൽ ദേശീയപാത എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നാഷണൽ ഹൈവേ എന്ന് പറയുമ്പോൾ ഈ പ്രധാനപ്പെട്ട നഗരങ്ങൾ, അതേപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനങ്ങൾ, തുറമുഖങ്ങൾ, അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ പരസ്പരം കണക്ട് ചെയ്യുന്ന റോഡുകളാണ് നാഷണൽ ഹൈവേ എന്ന് പറയുന്നത്. ഇതിന്റെ നിർമ്മാണവും നിർവഹണ ചുമതലയും കേന്ദ്ര സർക്കാരിനായിരിക്കും. ഇനി അതിനുശേഷം സംസ്ഥാന ഹൈവേ എന്ന് പറയുമ്പോൾ ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്തെ മറ്റ് ജില്ലാ ആസ്ഥാനങ്ങളുമായിട്ടും, നമ്മുടെ കേരളത്തിൽ തന്നെ 14 ജില്ലകളുണ്ടല്ലോ, ഈ 14 ജില്ലകളുടെയും
ആസ്ഥാനങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന റോഡുകളാണ്, പ്രധാനപ്പെട്ട റോഡുകളാണ് സംസ്ഥാന ഹൈവേ എന്ന് പറയുന്നത്. സംസ്ഥാന ഹൈവേയുടെ നിർമ്മാണവും നിർവഹണ ചുമതലകളും സംസ്ഥാന സർക്കാരിനായിരിക്കും. ജില്ലാ റോഡ് എന്ന് പറയുമ്പോൾ ജില്ലാ ആസ്ഥാനത്തെ ആ ജില്ലയിലെ മറ്റ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് ജില്ലാ റോഡുകൾ. ജില്ലാ റോഡുകളുടെ നിർമ്മാണവും പരിപാലനമൊക്കെ ജില്ലാ പഞ്ചായത്തുകൾക്കായിരിക്കും. ഗ്രാമീണ റോഡുകൾ എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമത്തിലെ ആഭ്യന്തര സഞ്ചാരത്തിന് സഹായിക്കുന്ന റോഡുകളെയാണ് നമ്മൾ ഗ്രാമീണ റോഡ് എന്ന് പറയുക. ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണവും നിർവഹണ ചുമതലകളും അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനായിരിക്കും. അതിലെ മുഴുവൻ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. മുഴുവൻ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഇനി നമ്മൾ നാഷണൽ ഹൈവേ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഇന്ത്യയിൽ ഇപ്പോൾ അങ്ങനെ ചോദിക്കാറില്ല, പക്ഷെ പണ്ടൊരു സമയത്ത് PSC സ്ഥിരം ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ ഗ്രാൻഡ് ട്രങ്ക് റോഡാണ്. ഗ്രാൻഡ് ട്രങ്ക് നമ്മൾ ആദ്യമായിട്ട് പണിയുമ്പോൾ നല്ല ഗ്രാൻഡ് ആയിട്ട് പണിയുള്ളൂ അല്ലേ. പിന്നെ ഒരു ഫസ്റ്റ് ആയിട്ട് ഒരു റോഡൊക്കെ പണിയാണ്, നമ്മൾ കുറച്ച് ഷോയൊക്കെ കാണിക്കും ഇല്ലേ. അപ്പോൾ ആദ്യത്തെ നാഷണൽ ഹൈവേ ഗ്രാൻഡ് ട്രങ്ക് റോഡ്, അത് ഷോയൊക്കെ കാണിക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷേർഷാ സൂരി ഷോ കാണിക്കും. അപ്പോൾ ഷാ വെച്ച് നമുക്ക് കിട്ടും, ഷോ കാണിക്കും, ഷാ വെച്ച് കിട്ടും ഷേർഷാ സൂരിയാണ് ഈ ഗ്രാൻഡ് ട്രങ്ക് റോഡ് പണി കഴിപ്പിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ ഏതാണ്? ഗ്രാൻഡ് ട്രങ്ക് റോഡാണ്. അത് പണി കഴിപ്പിച്ചത് അല്ലെങ്കിൽ അതേ സമയത്ത് ഭരണാധികാരി ഷേർഷാ സൂരിയാണ്. ഈ ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഏതൊക്കെ സ്ഥലങ്ങളെയാണ് പരസ്പരം കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊൽക്കത്തയെയും അമൃത്സറിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ ആണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ ആണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പറയുന്നത്. കൊൽക്കത്തയെയും അമൃത്സറിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ ആണ് ഷേർഷാ സൂരിയാണ് പണി കഴിപ്പിച്ചത്. ഇനി അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഇതാണ്, ഒന്ന് നോർത്ത് സൗത്ത് കൊറിഡോർ, വടക്ക് തെക്ക് ഇടനാഴി. നോർത്ത് സൗത്ത് കൊറിഡോർ ഉണ്ട്, അതേപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റ് കൊറിഡോർ അഥവാ കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി നമുക്കുണ്ട് അല്ലെ. അപ്പൊ ഇത് ഏത് റോഡാണ് ഇങ്ങനെ ഈ പേരിൽ അറിയപ്പെടുന്നത്? നോർത്ത് സൗത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, നോർത്തിൽ നിന്നും സൗത്തിലേക്കുള്ള റോഡായിരിക്കും അല്ലെ. അത് നമ്മുടെ ശ്രീനഗറിനെയും കന്യാകുമാരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡിനെയാണ് നമ്മൾ നോർത്ത് സൗത്ത് കൊറിഡോർ അഥവാ വടക്ക് തെക്ക് ഇടനാഴി എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട റോഡാണ് പറയുന്നത്. ഒന്നാമത്തത് നോർത്ത് സൗത്ത് കൊറിഡോർ അഥവാ വടക്ക് തെക്ക് ഇടനാഴി. ഇത് ഏത് സ്ഥലങ്ങളെയാണ് പരസ്പരം ബന്ധിപ്പിക്കുന്നത്? ഏറ്റവും വടക്ക് കിടക്കുന്ന ശ്രീനഗറിനെയും തെക്ക് കിടക്കുന്ന കന്യാകുമാരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ ആ ചിത്രം വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, അത്രയും വലിയൊരു റോഡായിരിക്കും അല്ലെ. ശ്രീനഗർ എന്ന് പറയുന്നത് എവിടെ കിടക്കുന്നു? കന്യാകുമാരി എന്ന് പറഞ്ഞാൽ എവിടെ കിടക്കുന്നു? ഏറ്റവും വടക്കേ ഏറ്റവും തെക്കേ ഏറ്റവും തമ്മിൽ കണക്ട് ചെയ്യുന്ന റോഡാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ഏത്? NH44 ആണ് ഈ നോർത്ത് സൗത്ത് കൊറിഡോർ അഥവാ വടക്ക് തെക്ക് ഇടനാഴി എന്ന് പറയുന്നതും. ശ്രീനഗറിനെയും കന്യാകുമാരിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന നാഷണൽ ഹൈവേ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് ഏത് തന്നെയാണ്? NH44 ആണ്. NH44. ഈ NH44ന്റെ പഴയ പേര് NH7 എന്നായിരുന്നു. NH7. അപ്പൊ നമ്മൾ പണ്ടൊക്കെ പഠിക്കുമ്പോൾ ഹെവൻ വരെ കണക്ട് ചെയ്തിരിക്കുന്ന റോഡ് 7 എന്ന് പഠിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റില്ല, കാരണം 7 അല്ല ചോദിക്കുക, 44 ആണ് ചോദിക്കുക. NH44 ആണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ നാഷണൽ ഹൈവേ ദേശീയപാത എന്ന് പറയുന്നത് NH44 ആണ്. ശ്രീനഗറിനെയും കന്യാകുമാരിയെയാണ് ബന്ധിപ്പിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ നോർത്ത് സൗത്ത് കൊറിഡോർ അഥവാ വടക്ക് തെക്ക് ഇടനാഴി എന്ന് പറയുന്നത്. അടുത്തത് ഈസ്റ്റ് വെസ്റ്റ് കൊറിഡോർ അഥവാ കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി. നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാൻ പറ്റും, നോർത്ത് സൗത്ത് കൊറിഡോർ എന്ന് പറയുമ്പോൾ ആ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ള ലൈൻ അല്ലെ, മുകളിൽ നിന്ന് താഴേക്ക്. ഈസ്റ്റ് വെസ്റ്റ് കൊറിഡോർ എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് നമ്മുടെ ഗുജറാത്തിൽ നിന്ന് പോർബന്ദർ തൊട്ടിട്ട് ആസാമിലെ സിൽച്ചാർ വരെ ആ ബ്ലാക്ക് ലൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈസ്റ്റ് വെസ്റ്റ് കൊറിഡോർ എന്ന് പറയുമ്പോൾ കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി എന്ന് പറയുമ്പോൾ ഗുജറാത്തിലെ പോർബന്ദർ തൊട്ടിട്ട് ആസാമിലെ സിൽച്ചാർ വരെയുള്ളതാണ്
ഈസ്റ്റ് വെസ്റ്റ് കൊറിഡോർ എന്ന് പറയുന്നത്. പോർബന്തറിനെയും സിൽച്ചാറിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന റോഡാണ് ഈസ്റ്റ് വെസ്റ്റ് കൊറിഡോർ അഥവാ കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പേരെന്താണ്? NH-27 എന്നാണ്. NH-27 ആണ് ഈസ്റ്റ് വെസ്റ്റ് കൊറിഡോർ അഥവാ കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി എന്ന് പറയുന്നത്. അത് പോർബന്തറിനെയും സിൽച്ചാറിനെയാണ് ബന്ധിപ്പിക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 റോഡ് നിങ്ങൾ പഠിച്ചു. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം, മറന്നു പോകരുത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് NH-44 ആണ്. അത് നമ്മൾ നോർത്ത് സൗത്ത് കൊറിഡോർ അഥവാ വടക്ക് തെക്ക് ഇടനാഴി എന്ന് പറഞ്ഞു. അത് ശ്രീനഗറിനെയും കന്യാകുമാരിനെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഈസ്റ്റ് വെസ്റ്റ് കൊറിഡോർ അഥവാ കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി എന്ന് പറഞ്ഞു. പോർബന്തറിനെയും സിൽച്ചാറിനെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന NH-27 ആണെന്നും പറഞ്ഞു. ഇനി അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നാഷണൽ ഹൈവേകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം, ഏറ്റവും കൂടുതൽ നാഷണൽ ഹൈവേകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് മഹാരാഷ്ട്രയാണ്. അതേപോലെ തന്നെ ഈ നാഷണൽ ഹൈവേ ദൈർഘ്യം കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാലും മഹാരാഷ്ട്ര തന്നെയാണ്. മുമ്പ് വ്യത്യാസം ഉണ്ടായിരുന്നു, ഇപ്പോൾ പക്ഷേ എല്ലാം മഹാരാഷ്ട്രയാണ്. ഏറ്റവും കൂടുതൽ നാഷണൽ ഹൈവേ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. നാഷണൽ ഹൈവേ ദൈർഘ്യം കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനവും മഹാരാഷ്ട്രയാണ്. ഇനി നാഷണൽ ഹൈവേ എന്ന് എടുത്ത് ചോദിക്കേണ്ട ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖല ദൈർഘ്യമുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാലും അതും മഹാരാഷ്ട്ര തന്നെയാണ്. അപ്പൊ 3 മഹാരാഷ്ട്രയാണ്. ഏറ്റവും കൂടുതൽ നാഷണൽ ഹൈവേ കടന്നു പോകുന്നത് മഹാരാഷ്ട്രയാണ്. നാഷണൽ ഹൈവേ ദൈർഘ്യം കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനവും മഹാരാഷ്ട്രയാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖല അല്ലെങ്കിൽ റോഡ് ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാലും മഹാരാഷ്ട്രയാണ്. പക്ഷെ കുറവ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വ്യത്യാസമുണ്ട്. കുറവ് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ നാഷണൽ ഹൈവേയുടെ ദൈർഘ്യം കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഗോവയാണ്. നാഷണൽ ഹൈവേയുടെ ദൈർഘ്യം എന്ന് വെച്ചാൽ നമുക്കറിയാലോ, നീളം അല്ലെ. നാഷണൽ ഹൈവേയുടെ ദൈർഘ്യം കുറവുള്ളത് ഗോവയാണ്. എന്നാൽ ഏറ്റവും കുറവ് നാഷണൽ ഹൈവേകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അവിടെ ഗോവ മാത്രമല്ല മേഘാലയ കൂടി പറയണം. മനസ്സിലായോ? നമ്മൾ നേരത്തെ കൂടുതൽ ചോദിക്കുമ്പോൾ എല്ലാം മഹാരാഷ്ട്രയായിരുന്നു. ഏറ്റവും കൂടുതൽ നാഷണൽ ഹൈവേകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. നാഷണൽ ഹൈവേയുടെ ദൈർഘ്യം കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അതുപോലെ തന്നെ റോഡ് ദൈർഘ്യവും ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയായിരുന്നു. എന്നാൽ ഇത് കുറവ് ചോദിക്കുമ്പോൾ അവിടെ വ്യത്യാസമുണ്ട്. ഏറ്റവും കുറവ് നാഷണൽ ഹൈവേകൾ കടന്നു പോകുന്നത്, ഏറ്റവും കുറവ് നാഷണൽ ഹൈവേകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗോവയും മേഘാലയയും. എന്നാൽ നാഷണൽ ഹൈവേയുടെ ദൈർഘ്യം ഏറ്റവും കുറവ്, നാഷണൽ ഹൈവേയുടെ ദൈർഘ്യം ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അവിടെ ഗോവ മാത്രം ഉള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അതേപോലെ ഈ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട 2 സ്ഥാപനങ്ങളാണ്. ഒന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇത് സ്ഥാപിതമായത് 1988 നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1988. എന്നാൽ നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് 1998 10 വർഷം കൂടി കഴിഞ്ഞിട്ട് പഠിക്കാൻ, നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ സുഖമാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ 1988 നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് 1998 രണ്ടും ചോദിച്ചിട്ടുള്ളതാണ്, ശ്രദ്ധിക്കണം. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1988 നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് 1998 ഓർത്തിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മുടെ റോഡുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റുകൾ ചോദിക്കാറുണ്ട്. സാധാരണ ചോദിച്ചിട്ടുള്ളതാണ് സുവർണ ചതുഷ്കോണം പ്രൊജക്ട്. സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ പ്രൊജക്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സുവർണ ചതുഷ്കോണം എന്നുള്ളത് നമ്മുടെ ഇന്ത്യയിലെ മെഗാ നഗരങ്ങളായിട്ടുള്ള ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന 6 വരി പാത സൂപ്പർ ഹൈവേകളെ വിരിക്കുന്ന പേരാണ് സുവർണ ചതുഷ്കോണം. മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് സുവർണ ചതുഷ്കോണം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ്? അതായത് ഇന്ത്യയിലെ മെഗാ നഗരങ്ങളുണ്ടല്ലോ, ഇന്ത്യയുടെ മെഗാ നഗരങ്ങളായിട്ടുള്ള ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളെ പരസ്പരം തമ്മിൽ ബന്ധിപ്പിക്കുന്ന 6 വരി പാത സൂപ്പർ ഹൈവേകളെ വിളിക്കുന്ന പേരാണ് സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ എന്ന് പറയുന്നത്. സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ. ഈ സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേയുടെ നിർവഹണ ചുമതല, അതായത് നിർമ്മാണ ചുമതലയൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി എന്നാണ് സ്ഥാപിതമായത്? 1988 നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. ആ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഈ സുവർണ ചതുഷ്കോണം പദ്ധതിയുടെയൊക്കെ ചുമതല
ചുമതലയുള്ളത്. സുവർണ ചതുഷ്കോണം പോലെ തന്നെ മറ്റൊരു പദ്ധതിയാണ് ഭാരതമാല പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഭാരതമാല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അതിർത്തികളിലെയും തീരപ്രദേശങ്ങളുടെയും റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഭാരതമാല. അപ്പൊ ഭാരതമാല പ്രൊജക്ട് എന്തുമായി ബന്ധപ്പെട്ടാണ്? അതിർത്തികളിലും തീരപ്രദേശങ്ങളിലെയും റോഡ് നിർമ്മാണം. അതിർത്തികളിലെയും തീരപ്രദേശങ്ങളിലെയും റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഭാരതമാല പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ ഭാരതമാലയും റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പിന്നെ നമുക്കറിയാനാണ് നമ്മുടെ പ്രധാനമന്ത്രി ഗ്രാം സഡക്ക് യോജനയൊക്കെ. നമുക്ക് സഡക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാലേ അതൊക്കെ നമ്മുടെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. ഇത് രണ്ടും ശ്രദ്ധിക്കുക. സുവർണ ചതുഷ്കോണം അതേപോലെ തന്നെ ഭാരതമാല. സുവർണ ചതുഷ്കോണം എന്ന് പറയുമ്പോൾ മെഗാ നഗരങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന 6 വരി പാതയാണ് സുവർണ ചതുഷ്കോണം. ഭാരതമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിർത്തികളിലും തീരപ്രദേശങ്ങളിലുമുള്ള റോഡ് നിർമ്മാണ ചുമതലയുള്ള പദ്ധതിയാണ്. റോഡ് നിർമ്മാണ പദ്ധതിയാണ് ഭാരതമാല പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ NCERT-യിലും അതുപോലെ തന്നെ സാധാരണ PSC ചോദിക്കുന്ന കുറച്ച് റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നാഷണൽ ഹൈവേ ഏതാണ്? NH44 അല്ലെ, NH44 ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നാഷണൽ ഹൈവേ. പഴയ പേര് NH7 എന്നായിരുന്നു, പുതിയ പേര് NH44 എന്നാണ്. ശ്രീനഗറിനെയും നമ്മുടെ കന്യാകുമാരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ ആണെന്നും പറഞ്ഞു. അപ്പോൾ ഏറ്റവും ചെറിയ നാഷണൽ ഹൈവേ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് 2 ഇപ്പോൾ നിലവിൽ പറയുന്നുണ്ട്. NH548 NH118. NH548 548 NH118 ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നാഷണൽ ഹൈവേ ആയിട്ട് പറയുന്നുണ്ട്. മുമ്പ് നമ്മൾ പഠിച്ചിരുന്നത് NH966B ആയിരുന്നു. NH966B നമ്മുടെ കുണ്ടന്നൂരിനെയും വെല്ലിംഗ്ടണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന NH966B ആണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നിലവിൽ അതല്ല. ചെറിയ നാഷണൽ ഹൈവേ ഒക്കെ മാറ്റം വരുന്നില്ലേ, അതിലും ചെറിയ നാഷണൽ ഹൈവേ ആയിട്ട് ഇപ്പോൾ പറയുന്നത് NH548 NH118 ആണ്. അത് ഓർത്ത് വയ്ക്കുക. ഇതിന് രണ്ടിനും 5 കിലോമീറ്റർ ആണ് ലെങ്ത് ഉള്ളത്. അപ്പോൾ ഏറ്റവും ചെറിയ നാഷണൽ ഹൈവേ ഇതിൽ ഏതാണ്? രണ്ടും കൂടി ഓപ്ഷനിൽ വരില്ല. ഏതാണോ ഓപ്ഷനിൽ വന്നത് അത് വെച്ച് നിങ്ങൾ എഴുതുക. NH548 ഉണ്ട്, NH118 ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മെയിനായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് നമുക്ക് റെയിൽ ഗതാഗതത്തെ കുറിച്ചാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല എന്ന് പറയുന്നത് ഇന്ത്യയിലെ റെയിൽവേ ശൃംഖലയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഇന്ത്യയിലേതാണ്. അതേപോലെ തന്നെ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം എന്ന് പറയുന്നതും ഇന്ത്യൻ റെയിൽവേ തന്നെയാണ്. ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതം ആരംഭിച്ച വർഷം എല്ലാവർക്കും അറിയാലോ, 1853 അല്ലെ. 1853 ബോംബെ മുതൽ താനെ വരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സർവീസ് അല്ലെങ്കിൽ റെയിൽവേ ഗതാഗതം ആരംഭിക്കുന്നത്. കേരളത്തിലാണെങ്കിൽ അത് 1861 1861 കേരളത്തിൽ ആരംഭിച്ചത്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും ആദ്യത്തെ റെയിൽവേ ഗതാഗതം ആരംഭിച്ച വർഷം 1853 മഹാരാഷ്ട്രയിലെ മുംബൈ മുതൽ താനെ വരെ നീളുന്ന 34 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു തുടക്കം. ഭരണനിർവഹണത്തിനായിട്ട് ഇന്ത്യൻ റെയിൽവേനെ 18 മേഖലകളായിട്ട് അല്ലെ, ഭരണനിർവഹണത്തിന് എളുപ്പത്തിനായിട്ട് ഇന്ത്യൻ റെയിൽവേനെ 18 സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ PSC സോണുകളൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെ ചോദിച്ച് കാണുന്നില്ല. 18 സോണുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയാണ് ഇന്ത്യയിലേത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യൻ റെയിൽവേ ഗതാഗതം ആരംഭിച്ചത് 1853 കേരളത്തിലാണെങ്കിൽ അത് 1861. ഇന്ത്യയിൽ എവിടെയായിരുന്നു ആദ്യത്തേത്? മുംബൈ മുതൽ താനെ വരെ 34 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു തുടക്കം. ഇനി ഭരണനിർവഹണത്തിനായിട്ട് എത്ര സോണുകളായിട്ടാണ് ഇന്ത്യൻ റെയിൽവേനെ തിരിച്ചിട്ടുള്ളത്? 18 സോണുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പാളങ്ങൾ തമ്മിലുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേനെ 3ആയി തിരിച്ചിട്ടുണ്ട്. മെയിനായിട്ട് 3 അതിലും കൂടുതലുണ്ട്, പക്ഷെ മെയിനായിട്ട് 3ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ്. നാരോ ഗേജ്. ബ്രോഡ് ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാളങ്ങൾ തമ്മിലുള്ള അകലം 1.676.
1.676 1.676 മീറ്ററാണ് പാളങ്ങൾ തമ്മിലുള്ള അകലം വരാം. ഇനി അത് മീറ്റർ ഗേജ് എന്ന് പറയുമ്പോൾ മീറ്റർ എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് 1 മീറ്റർ. മീറ്റർ ഗേജ് എന്ന് പറയുമ്പോൾ കറക്റ്റ് 1 മീറ്റർ ആണ് ഈ പാളങ്ങൾ തമ്മിലുള്ള അകലം വരാം. ഇനി നാരോ ഗേജ് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടി താഴെ 0.762 മീറ്ററോ അല്ലെങ്കിൽ 0.610 മീറ്ററോ ആയിരിക്കും ഈ പാളങ്ങൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത്. പഠിക്കാൻ എളുപ്പമാണ്. മീറ്റർ ഗേജ് എന്ന് പറയുമ്പോൾ കറക്റ്റ് 1 മീറ്റർ ആയിരിക്കും പാളങ്ങൾ തമ്മിലുള്ള അകലം. മീറ്റർ ഗേജിലെ അപ്പൊ കറക്റ്റ് 1 മീറ്റർ ആണ് ഈ പാളങ്ങൾ തമ്മിലുള്ള അകലം. ബ്രോഡ് ഗേജ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കൂടുതലായിരിക്കും അല്ലെ, ബ്രോഡായിട്ട് കുറച്ചും കൂടി കൂടുതലായിരിക്കും. 1.67 എന്ന് പഠിക്കുക. 1.67 മീറ്റർ ആയിരിക്കും അകലം. ഇനി നാരോ ഗേജ് എന്ന് പറയുമ്പോൾ ആ വണ്ണ് എടുത്ത് കളഞ്ഞിട്ട് മറ്റേ 1.67 അല്ലായിരുന്നു, ഇവിടെ 0.76 മീറ്റർ 0.76 മീറ്റർ എന്നൊരു ഏകദേശം പഠിച്ചു വെക്കാം. അപ്പൊ ഈ റെയിൽ പാളങ്ങൾ തമ്മിലുള്ള അകലത്തിനനുസരിച്ചിട്ട് മെയിനായിട്ട് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. റെയിൽവേനെ 3ആയിട്ട് വർഗീകരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ബ്രോഡ് ഗേജ്, രണ്ടാമത്തത് മീറ്റർ ഗേജ്, മൂന്നാമത്തത് നാരോ ഗേജ് എന്നുള്ളത്. ഈ ചില നല്ല സ്പീഡുള്ള ട്രെയിനുകളൊക്കെ ഉണ്ടല്ലോ, ചില പാളത്തിൽ കൂടി മാത്രമേ പോകാൻ പറ്റുള്ളൂ. അത് ഈ ഗേജിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പൊ മെയിൻ ആയിട്ട് ഇന്ത്യയിലെ റെയിൽ പാളങ്ങളെ 3ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്: ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ്. ബ്രോഡ് ഗേജ് എന്ന് പറയുമ്പോൾ പാളങ്ങൾ തമ്മിലുള്ള അകലം 1.676 മീറ്റർ ആയിരിക്കും. മീറ്റർ ഗേജ് എന്ന് പറയുമ്പോൾ കറക്റ്റ് 1 മീറ്റർ ആയിരിക്കും പാളങ്ങൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത്. നാരോ ഗേജ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കുറവായിരിക്കും അല്ലെ, 0.76 മീറ്റർ 0.762 മീറ്റർ ആയിരിക്കും ഈ പാളങ്ങൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ബ്രോഡ് ഗേജ് ആണ്. ഏകദേശം 74% റെയിൽവേ പാളങ്ങളും ഏതാണ്? ബ്രോഡ് ഗേജ് പാളങ്ങളാണ്. ബ്രോഡ് ഗേജ് 74% ബ്രോഡ് ഗേജ് ആണ്. മീറ്റർ ഗേജ് 21%. മീറ്റർ ഗേജ് 21%. പിന്നെ നാരോ ഗേജ് 5%. 74% എന്താണ്? ബ്രോഡ് ഗേജ് ആണ്. 74% ബ്രോഡ് ഗേജ് പാളങ്ങളാണ്. 21% മീറ്റർ ഗേജ്. 21% മീറ്റർ ഗേജ്. നാരോ ഗേജ് വളരെ കുറവുള്ളൂ, 5%. ഇനി കൊങ്കൺ റെയിൽവേനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. കൊങ്കൺ റെയിൽവേ നിർമ്മാണം പൂർത്തിയാക്കിയത് 1998-ലാണ്. 1998-ലാണ് കൊങ്കൺ റെയിൽവേ നിർമ്മാണം പൂർത്തീകരിച്ചത്. കൊങ്കൺ റെയിൽവേയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 760 കിലോമീറ്റർ ആണ്. 760 കിലോമീറ്റർ ആണ് കൊങ്കൺ റെയിൽവേയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്നത് മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെയാണ്. മംഗലാപുരം നമ്മുടെ ഏകദേശം കേരളത്തിന്റെ ബോർഡർ വരെ എത്തിയില്ലേ. കർണാടകയിലെ മംഗലാപുരം, കേരളത്തിന് തൊട്ടു മുകളിൽ കർണാടകയല്ലേ, കർണാടകയിലെ മംഗലാപുരം തൊട്ടിട്ട് നമ്മുടെ മഹാരാഷ്ട്രയിലെ റോഹ വരെയാണ് കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നത്. ഇതിന്റെ സഞ്ചാരപാതയിൽ ഇത് 146 നദികളെ പിന്നിടുന്നുണ്ട്. എത്ര നദികളാണ്? 146 നദികൾ പിന്നിടുന്നുണ്ട്. അതേപോലെ തന്നെ 2000 പാലങ്ങളും 91 തുരങ്കങ്ങളും ഉണ്ട്. അപ്പൊ 146 നദികൾ പിന്നിടുന്നുണ്ട്, 2000 പാലങ്ങൾ പിന്നിടുന്നുണ്ട്, 91 തുരങ്കങ്ങളുമുണ്ട്. ഏതിൻ്റെയാണ്? ഈ കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നത്. ഈ കൊങ്കൺ റെയിൽവേ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയാനുള്ള ഒരു കാരണം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ഇല്ലേ, തുരങ്കം, ഇത് നമ്മുടെ ഒരു മലകളുടെ ഉള്ളിൽ കൂടെ അല്ലെ, ഉള്ളിൽ കൂടെയുള്ള റെയിൽ തുരങ്കം, ഏറ്റവും നീളം കൂടിയിട്ടുള്ള റെയിൽ തുരങ്കമായിരുന്നു കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നത്. ഈ കൊങ്കൺ റെയിൽവേ ടോട്ടൽ 760 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞില്ലേ. കൊങ്കൺ റെയിൽവേ ടോട്ടൽ എത്രയാണ്? 760 കിലോമീറ്റർ ആണ്. ഇതിൽ 6.5 കിലോമീറ്റർ തുരങ്കത്തിന്റെ ഉള്ളിൽ കൂടെയാണ്. 6.5 കിലോമീറ്റർ തുരങ്കത്തിന്റെ ഉള്ളിൽ കൂടെയായിരുന്നു. അപ്പൊ നമ്മുടെ ഏഷ്യയിലെ തന്നെ, ഇന്ത്യയിലെ എന്നല്ല, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽ തുരങ്കമായിരുന്നു കൊങ്കൺ റെയിൽവേ. പക്ഷെ അതിനുശേഷം 1998-ലാണ് അല്ലെ പണി കഴിപ്പിച്ചത്. അപ്പൊ അതിനുശേഷം ഒരുപാട് റെയിൽ തുരങ്കങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും, നമുക്കറിയാല്ലേ. അപ്പൊ അതൊക്കെ പോയി ഇപ്പൊ പീർപ്പാഞ്ചൽ, ഇന്ത്യയിൽ പീർപ്പാഞ്ചലാണ്. ഇന്ത്യയിൽ പീർപ്പാഞ്ചൽ എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലാണ്. പീർപ്പാഞ്ചൽ തുരങ്കമാണ് ഇന്ത്യയിൽ ഇപ്പൊ ഏറ്റവും നീളം കൂടിയ റെയിൽ തുരങ്കം എന്ന് പറയുന്നത്. ഈ പീർപ്പാഞ്ചലിന് തന്നെ എത്ര നീളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 കിലോമീറ്ററിൽ കൂടുതലുണ്ട്. 11 കിലോമീറ്ററിൽ കൂടുതലുണ്ട് പീർപ്പാഞ്ചലിന്റെ നീളം എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞില്ലേ, കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നത് 6.5 ഉള്ളൂ. ഇനി ഏഷ്യയിലെ കേസ് വരാണെങ്കിലും ലോകത്തിലെ കേസ് വരുമ്പോഴും അതിനേക്കാൾ കൂടുതൽ വലിയ നീളമുള്ള റെയിൽ തുരങ്കങ്ങൾ നിലവിലുണ്ട്.
അപ്പോൾ അതൊന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മൾ കൊങ്കൺ റെയിൽവേ എന്നാണ് പണി കഴിപ്പിച്ചത്? 1998 പണി കഴിപ്പിച്ചത്. 760 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. എവിടം തൊട്ട് എവിടം വരെയാണ്? നമ്മുടെ മംഗലാപുരം മുതൽ, കർണാടകയിലെ മംഗലാപുരം മുതൽ മഹാരാഷ്ട്രയിലെ റോഹ വരെയാണ് കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നത്. സഞ്ചാരപാതയിൽ 146 നദികളെ പിന്നിടുന്നുണ്ട്. 2000 പാലങ്ങളും 91 തുരങ്കങ്ങളുമുണ്ട്. ഇനി നമ്മുടെ SCERT പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ തുരങ്കമാണെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ അതിപ്പോൾ നിലവിലല്ല. ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ തുരങ്കം പീർപ്പഞ്ചലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയത് പീർപ്പാഞ്ചലാണ്. അപ്പൊ അതിൽ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് ഓർത്തു വെക്കുക. മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ ഈ സംരംഭത്തിന്റെ പങ്കാളികളാണ്. ഈ സംരംഭത്തിന്, കൊങ്കൺ റെയിൽവേയുടെ സംരംഭത്തിൽ പങ്കാളികളായിട്ടുള്ളത് കർണാടക, ഗോവ, മഹാരാഷ്ട്ര ഈ സംസ്ഥാനങ്ങളാണ്. അടുത്തത് ജലഗതാഗതത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ജലഗതാഗതം എന്ന് പറയുന്നത് ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ജലഗതാഗതം. നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ? നമ്മൾ എവിടെന്നെങ്കിലും പുറത്ത് ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൂടുതൽ സാധനങ്ങൾ കയറ്റി അയക്കാനുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വരാം? നമ്മൾ കപ്പൽ വഴിയാണ് അല്ലേ? കപ്പൽ വഴി നമ്മുടെ കണ്ടെയ്നർ ഷിപ്പുകൾ അല്ലേ? അപ്പൊ അങ്ങനെയാണ് കൊടുത്തത്. കാരണം എന്താണ്? നമ്മൾ ബാക്കി ഏത് മാർഗം വഴിയും ഉള്ളതിനേക്കാളും ചെലവ് കുറവാണ് ജലഗതാഗതം എന്ന് പറയുന്നത്. ജലഗതാഗതത്തിന് ഏറ്റവും ചെലവ് കുറഞ്ഞിട്ടുള്ള മാർഗമാണ് ജലഗതാഗതം എന്നുള്ളത്. വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിനാണ് ഏറ്റവും ഈ മാർഗം അനുയോജ്യം. വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മാർഗമാണ് ജലഗതാഗതം എന്ന് പറയുന്നത്. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ്. അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും അനുയോജിച്ചത് ജലഗതാഗതമാണ്. ജലഗതാഗതത്തെ പൊതുവായിട്ട് നമുക്ക് രണ്ടായി തിരിക്കാം. ഉൾനാടൻ ജലഗതാഗതമെന്നും സമുദ്ര ജലഗതാഗതമെന്നും. ഉൾനാടൻ ജലഗതാഗതം, അത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലേ. ഉൾനാടൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് മെയിനായിട്ട് നദികള്, കായലുകള്, കനാലുകള് ഇവയൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ ജലഗതാഗതങ്ങളാണ് ഉൾനാടൻ ജലഗതാഗതം എന്ന് പറയുമ്പോൾ. സമുദ്ര ജലഗതാഗതം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മെയിൻ ആയിട്ടുള്ള 5 സമുദ്രങ്ങൾ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് അല്ലെ? അപ്പൊ ഈ സമുദ്രങ്ങളിൽ കൂടിയുള്ള ജലഗതാഗത മാർഗങ്ങളാണ് സമുദ്ര ജലഗതാഗതം എന്ന് പറയുന്നത്. ഉൾനാടൻ ജലഗതാഗതം എന്ന് പറയുമ്പോൾ നദികള്, കായലുകള്, കനാലുകൾ തുടങ്ങിയ ജലാശയങ്ങളെയാണ് ഉൾനാടൻ ജലഗതാഗതത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി ഉണ്ട്. ഉൾനാടൻ ജല അതോറിറ്റി ഉണ്ട്. അത് രൂപീകരിച്ചത് 1986 1986 ഉൾനാടൻ ജല അതോറിറ്റി രൂപീകരിച്ചത്. ഈ 1986 നമുക്ക് നേരെ ഇങ്ങോട്ട് തിരിച്ചിട്ട് കഴിഞ്ഞാൽ 1968 കിട്ടും അല്ലെ? 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപീകൃതമായത്. 1986 ഇത് നേരെ തിരിച്ചിട്ട് 1968 കിട്ടിയില്ലേ? ഈ 1968 കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിലയിൽ വന്നത്. കേരള സംസ്ഥാനത്ത് ജലഗതാഗത വകുപ്പ് നിലയിൽ വന്നത് 1968. ഈ വർഷങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ മുമ്പ് നമ്മൾ 2 വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് 1988 പിന്നൊന്ന് 1998. എന്താണ് പറഞ്ഞതെന്നൊന്ന് ഓർത്തു നോക്കി. 1988 നമ്മൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, അതോറിറ്റി അല്ലെ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1988. നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് പ്രൊജക്ട് നിലവിൽ വന്നത് 1998. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ 1988 നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് പ്രൊജക്ട് 1998 നിലവിൽ വന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ ഡേറ്റ് എന്താണ്? ഒന്ന് 1986, പിന്നെ അതിനെ നേരെ തിരിച്ചിടുന്ന 1968. 86 എന്താണ്? 86 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി, 86 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയും 68 കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പും നിലവിൽ വന്നു. അപ്പോൾ ആ വർഷങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി നിലവിൽ വന്നത് 1986. എന്നാൽ കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിലയിൽ വന്നത് 1968. അതേപോലെ നമ്മൾ നേരത്തെ നാഷണൽ ഹൈവേ NH എന്ന് പറഞ്ഞ് പഠിച്ചു അല്ലെ? അതേപോലെ തന്നെ ഇവിടെ ജലപാതകളുണ്ട്, നാഷണൽ വാട്ടർ വേസുകൾ. NW ആദ്യത്തെ ജലപാത NW1 ആണ് അല്ലെ? ആദ്യത്തെ ജലപാത NW1. അപ്പൊ നമ്മുടെ ദേശീയ നദി എന്നറിയപ്പെടുന്ന നമ്മുടെ ഗംഗയിൽ തന്നെയാണ് ആദ്യത്തെ നാഷണൽ വാട്ടർ വേസ് വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ വാട്ടർ വേ അല്ലെങ്കിൽ ദേശീയ ജലപാത എന്ന് പറയുന്നത് NW1 ഏതാണ്? ഗംഗാ നദിയിലാണ്. അപ്പൊ നമ്മളത് പഠിക്കാൻ ആഹാ ഗംഗ എന്ന് പറയും. ആഹാ വളരെ നമുക്ക് എങ്ങനെ കാണുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ആഹാ ഗംഗ എന്ന് പറയുന്നത്. ആഹാ എന്ന് വെച്ചാല് അലഹാബാദ്
അലഹബാദ് മുതൽ ഹാൽഡിയ വരെ, അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ് ഈ NW1 സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ജലപാതയായിട്ടുള്ള NW1 ആഹാ ഗംഗ അല്ലെ, ഗംഗാ നദിയിലാണ്. അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ്. മെയിനായിട്ട് ഗംഗാ നദിയാണ്. പിന്നെ ഗംഗയുടെ പോഷക നദിയായിട്ടുള്ള ഹുഗ്ലിയിലും അതേപോലെ ഭഗീരഥി നദിയിലൊക്കെ ആയിട്ട് അതിൽ കൂടിയൊക്കെയാണ് ഈ നാഷണൽ വാട്ടർവേ 1 പോകുന്നത്. ഇതിന്റെ മൊത്തം നീളം എന്ന് പറയുന്നത് 1620 കിലോമീറ്റർ ആണ്. 1620 കിലോമീറ്റർ ആണ് മൊത്തം നീളം. അപ്പൊ NW1 ആഹാ ഗംഗ, ആഹാ എന്ന് പറയുന്നത് അലഹാബാദ് മുതൽ ഹാൽഡിയ വരെ ഗംഗാ നദിയിലാണെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഭഗീരഥിയും നമ്മുടെ ഹുഗ്ലി നദിയൊക്കെ ഉണ്ട്, പക്ഷെ മെയിൻ ആയിട്ട് ഗംഗാ നദി എന്ന് പറയാം. അപ്പൊ NW1 ഇതിലാണെങ്കിൽ ഗംഗാ നദിയിലാണെങ്കിൽ NW2 ഏത് നദിയിലായിരിക്കും? നിങ്ങൾക്കൊന്ന് ഓർത്തു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ പറയാലോ. NW1 ഗംഗയിലാണെങ്കിൽ NW2 ഏത് നദിയിലായിരിക്കും? ബ്രഹ്മപുത്രയിലാണ്. ബ്രഹ്മപുത്ര നദിയിലാണ് NW2 വരുന്നത്. അപ്പൊ ബ്രഹ്മപുത്ര, നമ്മുടെ സാധാരണ നദികളെല്ലാം തന്നെ സ്ത്രീകളുടെ പേരിലാണല്ലേ അറിയപ്പെടാം. കൃഷ്ണയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇപ്പൊ ഭഗീരഥി എന്നൊക്കെ പറയുമ്പോഴും ഒരു സ്ത്രീലിംഗം വരുന്നുണ്ട് അല്ലെ. കൃഷ്ണ എന്ന് പെൺകുട്ടികൾക്കും പേരുണ്ടല്ലോ. ഇനിയിപ്പോ കൃഷ്ണൻ എന്ന് പറയരുത്. അതേപോലെ ഗോദാവരി എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ത്രീലിംഗത്തിലാണ്, സ്ത്രീ ആയിട്ടാണല്ലേ നമ്മളെപ്പോഴും ഭൂമി ദേവി, അതേപോലെ നമ്മൾ നദികളെ ഒരു നദീ ദേവി ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ബ്രഹ്മപുത്ര എന്ന് പറയുമ്പോൾ മാത്രം അതൊരു പുരുഷലിംഗത്തിലേക്ക് പോയി അല്ലെ, ഒരു പുരുഷനാമത്തിലേക്ക് പോയി. അപ്പൊ നമ്മള് സാധു ആയിട്ടുള്ള ബ്രഹ്മപുത്ര എന്ന് ഓർക്കാം. സാധുവായിട്ടുള്ള ബ്രഹ്മപുത്ര. അപ്പൊ NW2 എന്ന് പറയുമ്പോൾ സാധുവായിട്ടുള്ള ബ്രഹ്മപുത്ര എന്ന് ഓർത്താൽ മതി. സാധു എന്ന് പറയുമ്പോൾ സാദിയ ദുബ്രി, സാദിയ മുതൽ ദുബ്രി വരെയാണ് NW2 സാധുവായിട്ടുള്ള ബ്രഹ്മപുത്ര. സാദിയ മുതൽ ദുബ്രി വരെയാണ് NW2 ഉള്ളത്. മൊത്തം നീളം 891 കിലോമീറ്റർ ആണ്. അപ്പൊ NW1 കിട്ടിയില്ലേ, ആഹാ ഗംഗ, അലഹാബാദ് മുതൽ ഹാൽഡിയ വരെയാണ്, ഗംഗാ നദിയിലാണ്. 1620 കിലോമീറ്റർ ആണ് ടോട്ടൽ നീളം. NW2 എന്ന് പറയുമ്പോൾ സാധുവായിട്ടുള്ള ബ്രഹ്മപുത്രയാണ്. അപ്പൊ സാദിയ മുതൽ ദുബ്രി വരെയാണ്, ബ്രഹ്മപുത്ര നദിയിലാണ്. ടോട്ടൽ നീളം 891 കിലോമീറ്റർ ആണ്. ഇനി NW3 അത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം കേരളത്തിൽ കൂടി കടന്നു പോകുന്നല്ലേ. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ വാട്ടർവേ എന്ന് പറയുന്നത് തന്നെ NW3 ആണ് അല്ലെ. നാഷണൽ വാട്ടർവേ കേരളത്തിലുള്ളത് NW3 ആണ്. അപ്പൊ നമുക്ക് പിന്നെ അത് പഠിക്കണ്ട. ഇനി NW3 എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും പഠിക്കാൻ സുഖ. NW3 അല്ലേ, ത്രീ എന്ന് ഓർത്താൽ തന്നെ നമുക്ക് കിട്ടും. അത് 1993 അവിടെയും 3 ഉണ്ട് അല്ലെ. 1993 NW3 ഒരു ദേശീയ ജലപാതയായിട്ട് പ്രഖ്യാപിച്ചത്. NW3 ദേശീയ ജലപാതയായിട്ട് പ്രഖ്യാപിച്ചത് എന്നാണ്? 1993. അപ്പൊ ഈ 3 നമ്മൾ ഒന്ന് തലകുത്തിട്ട W ആയില്ലേ. 3 നമ്മളൊന്ന് നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ W ആയില്ലേ. അതായത് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നതും ഈ NW3 ആണ്. അപ്പൊ NW3 കേരളത്തിലാണെന്ന് നമുക്കറിയാം. ഇനി അത് എന്നാണ് നിലവിൽ വന്നത്, അല്ലെങ്കിൽ എന്നാണ് ഇതിനൊരു ദേശീയ ജലപാതയായിട്ട് പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ 3 തന്നെ ഉണ്ട് അല്ലെ. 1993 ഇതിനെ ദേശീയ ജലപാതയായിട്ട് പ്രഖ്യാപിച്ചത്. ഇനി അതിനൊന്നും കൂടി തിരിച്ചു കഴിഞ്ഞാൽ അത് W ആയി. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് NW3 ആണ്. ഇനി ഇത് എവിടം തൊട്ട് എവിടം വരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലാം കോഴിയെ നമ്മളൊക്കെ കൊല്ലാറുണ്ടല്ലോ, എല്ലാ ഞായറാഴ്ച നമ്മളൊക്കെ കൊല്ലൂല്ലേ കേരളത്തിൽ. അപ്പൊ അങ്ങനെ ഓർത്തു വെച്ചാൽ മതി, കേരളത്തിലെ ജലപാതയാണ്. അപ്പൊ കൊല്ലാം കോഴിയെ എന്ന് ഓർത്താൽ മതി. കൊല്ലം മുതൽ കോഴിക്കോട് വരെ, കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് NW3 ഉള്ളത്. അപ്പോൾ NW3 കേരളത്തിലെ നാഷണൽ വാട്ടർവേസ് ആണ്. എവിടം തൊട്ടാണ്? കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ്. അപ്പൊ കേരളത്തിൽ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ അല്ലേ. കേരളത്തിൽ ടോട്ടൽ 5 വാട്ടർവേസ് ഉണ്ട്. കേരളത്തിൽ ടോട്ടൽ എത്ര ദേശീയ ജലപാതകളുണ്ട്? 5 എണ്ണം ഉണ്ട്. ടോട്ടൽ 5 എണ്ണം ഉണ്ട്. അതിൽ ആദ്യത്താണ് NW3 എന്ന് പറയുന്നത്. 5 എണ്ണം ഉണ്ട്. പിന്നെ ഇന്ത്യയിൽ മൊത്തമാണെങ്കിൽ 111 എണ്ണം ഉണ്ട്. ഇന്ത്യയിൽ മൊത്തം 111 എണ്ണം ഉണ്ട്. കേരളത്തിൽ 5 എണ്ണം ഉണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും PSC എപ്പോഴും സ്ഥിരമായിട്ട് എടുത്ത് ചോദിക്കുന്നത് ഈ 6 എണ്ണമാണ് സ്ഥിരം ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നാഷണൽ വാട്ടർവേ 3 ആണ് പറഞ്ഞു കഴിഞ്ഞത്. ഇനി നാഷണൽ വാട്ടർവേ 4 അല്ലെ, ദേശീയ ജലപാത 4. അപ്പൊ ഈ 4 എന്ന് കാണുമ്പോഴേ 4 നമ്മളെപ്പോഴും നമ്മളൊരു ചെയറുമായിട്ടാണ് എല്ലായ്പ്പോഴും കണക്ട് ചെയ്യുക അല്ലെ. ഈ 4 എന്ന് നിങ്ങൾ ഒന്ന് എഴുതി നോക്കി, ഒരു ചെയർ ഇരിക്കുന്ന പോലെയുണ്ട് അല്ലെ, ഇല്ലേ.
ഒരു കസേരയുടെ പോലെ ഇല്ലേ ഫോർ ശരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും ഫോറിനെ എന്ത് കോഡ് എടുക്കുകയാണെങ്കിലും അത് ചെയറുമായിട്ട് കണക്ട് ചെയ്താണ് പറയാറ്. ഇപ്പൊ പഞ്ചവത്സര പദ്ധതികളൊക്കെ പറയുമ്പോൾ നമ്മൾ ഫോറിനെ നമ്മൾ എപ്പോഴും ഒരു ചെയർ ആയിട്ടാണ് പറയാറ്. അപ്പൊ ഈ ചെയറിന് മുകളിൽ ഒരു പുതിയൊരു കാക്കി ഇട്ടിട്ട് ഒരാൾ ഇരിക്കുന്നതായിട്ട് ഇപ്പൊ നിങ്ങൾ തന്നെ പലരും ഇപ്പോൾ ഈ കാക്കി ഇപ്പൊ യൂണിഫോം എക്സാം ഇതിന് വേണ്ടി ജോലികൾക്ക് വേണ്ടി അല്ലേ, ഇപ്പോൾ CPO പോലുള്ള യൂണിഫോം ജോലികൾക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നവരുണ്ടാവും. അപ്പൊ നിങ്ങൾ ഒരു പുതിയ കാക്കിയൊക്കെ തയ്ച്ച് ഈ ചെയറിന് മുകളിൽ ഇരിക്കുന്നതായിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്താൽ മതി. അപ്പൊ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലേക്ക് ഓർമ്മ വരും. അപ്പൊ NW4 എന്ന് പറയുമ്പോൾ പുതിയ കാക്കി ഇട്ടിട്ട് അല്ലേ. അപ്പൊ അതിൽ നിന്നും കാക്കിനാട ടു പുതുച്ചേരി, കാക്കിനാട ടു പുതുച്ചേരിയാണ് NW4 എന്ന് പറയുന്നത്. ഗോദാവരി കൃഷ്ണ നദികളിലായിട്ടാണ്, ഗോദാവരി കൃഷ്ണ നദികളിലായിട്ടാണ്. 2890 കിലോമീറ്റർ ആണ്, 2890 കിലോമീറ്റർ ആണ് ഉള്ളത്. ഇനി NW5 എന്ന് പറയുമ്പോൾ താൽച്ചർ ടു ധാമ്രയാണ്, താൽച്ചർ ടു ധാമ്ര. എനിക്ക് നല്ലൊരു കോഡൊന്നും കിട്ടിയില്ല, നിങ്ങൾക്ക് നല്ല കോഡ് കിട്ടുകയാണെങ്കിൽ പറയാം. ജസ്റ്റ് ഇങ്ങനെ ഓർത്തിരിക്കുക. അതായത് സാധാരണ തല്ലൊക്കെ ഉണ്ടാവുക ദാതമാര് തമ്മിലാണ് അല്ലെ. ദാതമാര് തല്ലുണ്ടാകുമ്പോഴെന്തായാലും നല്ല ബലവാനായുള്ളവർ ജയിക്കും അല്ലെ. ഇനി ലക്കിനൊക്കെ എന്താണ് മറ്റുള്ളവരും ജയിക്കാറുണ്ട് ഇല്ലേ. സാധാരണ ഈ ദാതമാര് തമ്മിൽ തല്ലുണ്ടാകുന്ന സമയത്ത് മഹാബലവാൻ ആരാണോ അയാൾ ജയിക്കും. പിന്നെ ചില സമയത്ത് ലക്കിന് മറ്റുള്ളവരും ജയിക്കാറുണ്ട്. അപ്പൊ ജസ്റ്റ് അങ്ങനെ ഒന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ NW5 എന്ന് പറയുമ്പോൾ ദാതമാര് തമ്മിൽ തല്ലുണ്ടാവും. അപ്പൊ ദാത എന്നതിൽ നിന്നും ധാമ്ര, തല്ല് എന്നതിൽ നിന്നും താൽച്ചർ. അപ്പൊ ധാമ്രയെയും താൽച്ചറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് താൽച്ചർ ടു ധാമ്രയാണ് NW5 എന്ന് പറയുന്നത്. അപ്പൊ തല്ലുണ്ടാകുമ്പോൾ മഹാബലവാന്മാരല്ലേ ജയിക്കുക. അതുകൊണ്ട് മഹാനദിയിലാണ് ഈ NW5. ഇനി NW6 എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചില സമയത്തൊക്കെ ലക്കിന് മറ്റുള്ളവരും ജയിക്കാറുണ്ടെന്ന്. അപ്പൊ NW6 എന്ന് പറയുമ്പോൾ ലക്കിപൂർ ടു ബാങ്ക്രയാണ്, ബാങ്ക്ര എന്ന് പറയുന്നത് ആസാമിലെ സ്ഥലമാണ്. ലക്കിപൂർ ടു ബാങ്ക്രയാണ് NW6 എന്ന് പറയുന്നത്. ബറാക്ക് നദിയിലാണ് 71 കിലോമീറ്റർ ആണെന്ന് ഓർത്തിരിക്കുക. PSC സ്ഥിരം ചോദിക്കുന്ന ദേശീയ ജലപാതകൾ ഈ 6 എണ്ണമാണ് സ്ഥിരം ചോദിച്ച് കാണാറുള്ളത്. അപ്പോൾ ഇത് നന്നായി പഠിക്കാം. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. NW1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗംഗാ നദിയിലാണ്, ആഹാ ഗംഗ എന്ന് ഓർക്കുക. അലഹബാദ് ടു ഹാൽഡിയ ഗംഗാ നദിയിലാണ്. NW2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്രഹ്മപുത്ര നദിയിലാണ്. അപ്പോൾ സാധു ആയിട്ടുള്ള ബ്രഹ്മപുത്ര. അപ്പോൾ സാദിയ ടു ദുബ്രി, സാധു എന്നതിൽ നിന്നും സാദിയ ടു ദുബ്രി ബ്രഹ്മപുത്ര നദിയിലാണ്. NW3 എന്ന് പറയുമ്പോൾ അത് കേരളത്തിലാണ് അല്ലെ. അപ്പോൾ അത് ആരംഭിച്ചത് അല്ലെങ്കിൽ അതിന്റെ ദേശീയ ജലപാതയായിട്ട് പ്രഖ്യാപിച്ചത് 1993 വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് NW3 ആണ് അല്ലെ. കൊല്ലം കോഴിയെ എന്ന് ഓർക്കുക, അപ്പൊ കൊല്ലം ടു കോഴിക്കോടാണ് NW3 എന്ന് പറയുന്നത്. NW4 എന്ന് പറയുമ്പോൾ 4 കാണുമ്പോൾ തന്നെ നമ്മൾ ഒരു ചെയറുമേൽ ഇരിക്കുന്നതായിട്ട് ഓർത്താൽ മതി അല്ലെ. അപ്പൊ പുതിയൊരു കാക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു ചെയറിൽ ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ജോലി തന്നത് കൃഷ്ണനാണ് അല്ലെ, ദൈവം കൃഷ്ണൻ ഭഗവാനാണെന്നും കൂടി ഓർത്ത് വയ്ക്കുക. അപ്പൊ NW4 എന്ന് പറയുമ്പോൾ കാക്കിനാട ടു പുതുച്ചേരിയാണ്, കൃഷ്ണ ഗോദാവരി നദികളിലായിട്ടാണ്. NW5 എന്ന് പറയുമ്പോൾ 5ഉം 6ഉം കൂടി നമ്മൾ ഒരുമിച്ചാണ്. അത്ര നല്ല കോഡൊന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല കോഡ് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അപ്പൊ NW5 എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് ദാതമാര് തമ്മിൽ തല്ലുണ്ടാകുമ്പോൾ ബലവാന്മാര് ജയിക്കും. ലക്കിന് ചില സമയത്ത് അവർ മറ്റുള്ളവരും ജയിക്കാറുണ്ട് അല്ലെ. അപ്പൊ ദാതമാര് തമ്മിൽ തല്ല് എന്നതിൽ നിന്നും താൽച്ചർ ടു ധാമ്രയാണ് NW5 എന്ന് പറയുന്നത്. മഹാനദിയിലാണ്. പിന്നെ NW6 എന്ന് പറയുമ്പോഴാണ് ലക്കിപൂർ ടു ബാങ്ക്ര എന്ന് പറയുന്നത് ബറാക്ക് നദിയിലാണ്. അപ്പൊ ഇതിൽ ഇപ്പൊ നമുക്ക് ലക്കിപൂർ എന്നുള്ള ഓപ്ഷൻ, ലക്കിപൂർ കിട്ടിയാൽ തന്നെ ചിലപ്പോൾ നമുക്ക് ഓപ്ഷനിന് ആൻസർ കിട്ടും. കാരണം ഇതിലേതെങ്കിലുമൊക്കെ തന്നെയായിരിക്കും PSC മിക്കപ്പോഴും ആ 4 ഓപ്ഷൻസ് ആയിട്ട് എടുത്തിടുക. അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അതേപോലെ ഈ നമ്മുടെ ദേശീയ ജലഗതാഗത നിയമം 2016 രാഷ്ട്രപതി അംഗീകരിച്ചത്. കറക്റ്റ് ഡേറ്റ് അടക്കം പറയുകയാണെങ്കിൽ 2016 മാർച്ച് 25. നമ്മൾ ജലവുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു. നമ്മുടെ ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി 1986 എന്നാൽ കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിലവിൽ വന്നത് 1968 പറഞ്ഞു അല്ലെ. അപ്പൊ അവിടെയൊക്കെ 2 മാറുണ്ടല്ലോ. അപ്പൊ അതേപോലെ തന്നെ ദേശീയ ജലഗതാഗത നിയമം നിലവിൽ വന്നത് 2016 ഓർത്തു വെക്കുക. ഈ ജലഗതാഗത നിയമം അനുസരിച്ചിട്ട് ഇന്ത്യയിൽ മൊത്തം 111 ദേശീയ ജലപാതകളുണ്ട്. അപ്പൊ ഇന്ത്യയിൽ മൊത്തം
111 ദേശീയ ജലപാതകളുണ്ട്. അതിൽ 5 കേരളത്തിൽ കൂടിയാണ് പോകുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്തത് ഇന്ത്യയിലെ തുറമുഖങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിലെ തുറമുഖങ്ങളെ നമുക്ക് മെയിനായിട്ട് രണ്ടായി തിരിക്കാൻ സാധിക്കും, മേജർ തുറമുഖങ്ങളെന്നും മൈനർ തുറമുഖങ്ങളെന്നും. ഇതിലെ മേജർ തുറമുഖങ്ങളെ കുറിച്ചിട്ടാണ് PSC അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാറുള്ളൂ. ഇന്ത്യയിൽ എത്ര മേജർ തുറമുഖങ്ങളാണുള്ളത്? 13 മേജർ തുറമുഖങ്ങളാണുള്ളത്. ഇന്ത്യയിൽ 13 മേജർ തുറമുഖങ്ങളാണുള്ളത്. അപ്പൊ ഏറ്റവും അവസാനത്തെ മേജർ തുറമുഖം ഏത്, അല്ലെങ്കിൽ 13ാമത്തെ മേജർ തുറമുഖം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോർട്ട് ബ്ലെയർ ആണ്. പോർട്ട് ബ്ലെയർ എവിടെയാണ്? ആൻഡമാൻ നിക്കോബറിലാണ് അല്ലെ. ആൻഡമാൻ നിക്കോബറിലാണ് പോർട്ട് ബ്ലെയർ സ്ഥിതി ചെയ്യുന്നത്. പോർട്ട് ബ്ലെയർ ആണ് ഇന്ത്യയിലെ അവസാനത്തെ മേജർ തുറമുഖം, അല്ലെങ്കിൽ 13ാമത്തെ മേജർ തുറമുഖം എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം തന്നെ ഇന്ത്യയുടെ, നമ്മൾ വരയ്ക്കുന്ന ഇന്ത്യക്കുള്ളിൽ തന്നെ, അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനുള്ളിൽ തന്നെയാണ് ബാക്കിയുള്ള 12 ഇന്ത്യയുടെ തീരദേശത്തായിട്ട് ഇങ്ങനെ കിടക്കുന്നു അല്ലെ. പഠിക്കാൻ വളരെ എളുപ്പമാണ്, നമ്മുടെ മനസ്സിൽ ആ ചിത്രം ഒന്ന് ഉണ്ടായാൽ മതി. തമിഴ്നാട്ടിൽ 3 മഹാരാഷ്ട്രയിൽ 2 ഉണ്ട് മേജർ തുറമുഖങ്ങൾ. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ളത്. 3 മേജർ തുറമുഖങ്ങളാണ് തമിഴ്നാട്ടിലുള്ളത്. മഹാരാഷ്ട്രയിൽ 2 ബാക്കി എല്ലായിടത്തും ഓരോന്ന് വെച്ചിട്ടേ ഉള്ളൂ. അപ്പൊ തമിഴ്നാട്ടിൽ 3 എന്ന് പറഞ്ഞില്ലേ, ഏതൊക്കെയാണ്? ഒന്ന് തൂത്തുക്കുടി, മറ്റൊന്ന് ചെന്നൈ, പിന്നൊന്ന് എണ്ണൂർ പോർട്ട്. 3 മേജർ തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? ചെന്നൈ പോർട്ട്, തൂത്തുക്കുടി, എണ്ണൂർ. ചെന്നൈ, തൂത്തുക്കുടി, എണ്ണൂർ. ഈ എണ്ണൂർ പോർട്ട് തന്നെയാണ് കാമരാജൻ പോർട്ട് എന്ന പേരിലും അറിയപ്പെടുന്നത്. അപ്പൊ 3 മേജർ തുറമുഖങ്ങളാണ് തമിഴ്നാട്ടിലുള്ളത്. ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനവും തമിഴ്നാട് തന്നെയാണ്. ചെന്നൈ, തൂത്തുക്കുടി, എണ്ണൂർ പോർട്ട് തന്നെയാണ് കാമരാജൻ പോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മഹാരാഷ്ട്രയിൽ പിന്നെ 2 ഉള്ളത്. മഹാരാഷ്ട്രയിൽ 2 ഏതൊക്കെയാണ്? ഒന്നാമത്തത് മുംബൈ പോർട്ട് തന്നെ. മുംബൈ പോർട്ട് അറിയാലോ നമുക്ക്. പിന്നെ ഒന്ന് നവശേവ പോർട്ടിനെ തന്നെ ജവഹർലാൽ നെഹ്റു പോർട്ട് എന്ന് പറയാറുണ്ട്. ജവഹർലാൽ നെഹ്റു പോർട്ട് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്, ജവഹർലാൽ നെഹ്റു പോർട്ട്. അപ്പോൾ മഹാരാഷ്ട്രയിൽ 2 പോർട്ടുകളാണുള്ളത്. ഒന്ന് ജവഹർലാൽ നെഹ്റു പോർട്ടും പിന്നൊന്ന് മുംബൈ പോർട്ടും. ബാക്കി എല്ലായിടത്തും ഓരോന്നെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ പടിഞ്ഞാറൻ തീരപ്രദേശം ഒന്ന് നോക്കി പോകാം, അവിടെ ഏതൊക്കെയുള്ളതെന്ന്. അപ്പൊ ഫസ്റ്റ് കേരളം എടുക്കുമ്പോൾ, കേരളത്തിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ മേജർ തുറമുഖമായി പറയുന്നത് കൊച്ചിയാണ് അല്ലെ. കൊച്ചി പോർട്ടാണ് പറയുന്നത്. വിഴിഞ്ഞം തുറമുഖം ഇപ്പൊ മേജർ പോർട്ടായിട്ട്, വിഴിഞ്ഞം തുറമുഖം കേരളത്തിലാണെങ്കിൽ കൂടി ഇപ്പോഴും മേജർ തുറമുഖങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ വിഴിഞ്ഞത്തെ ഉൾപ്പെടുത്തി കാണുന്നില്ല. അപ്പോൾ അധികം വൈകാതെ തന്നെ വിഴിഞ്ഞവും മേജർ തുറമുഖമാകുമെന്ന് നമുക്ക് വിചാരിക്കാം. വിഴിഞ്ഞം എന്ന് പറയുന്നത് കണ്ടെയ്നർ തുറമുഖമാണ് അല്ലെ. വിഴിഞ്ഞം കണ്ടെയ്നർ തുറമുഖമാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോട് കൂടിയിട്ട് കേരളത്തിൽ നടപ്പിലാക്കുന്ന ഒരു തുറമുഖ പദ്ധതിയാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. ഇപ്പൊ നിലവിൽ കേരളത്തിലെ മേജർ തുറമുഖമായി പറയുന്നത് കൊച്ചി മാത്രമാണ്. കൊച്ചി. ഇനി കേരളത്തിന് തൊട്ടു മുകളിൽ കർണാടകയുണ്ട്. കർണാടകയിലെ പോർട്ട് എന്ന് പറയുന്നത് മംഗലാപുരം, ന്യൂ മാംഗ്ലൂർ പോർട്ട് എന്ന് പറയും. ന്യൂ മാംഗ്ലൂർ പോർട്ട് അല്ലെങ്കിൽ മംഗലാപുരം പോർട്ട്, ന്യൂ മാംഗ്ലൂർ പോർട്ട് എന്ന് കാണാം, അല്ലെങ്കിൽ മംഗലാപുരം പോർട്ടാണ് കർണാടകയിലുള്ളത്. കർണാടക കഴിഞ്ഞാൽ പിന്നെ അതിന് തൊട്ട് മുകളിൽ ഗോവയുണ്ട് അല്ലെ. ഗോവയിലുള്ളത് മർമ്മ ഗോവയാണ്. ഗോവയിൽ മർമ്മ ഗോവ പോർട്ട്. അതിന് തൊട്ട് മുകളിൽ മഹാരാഷ്ട്രയിൽ നമ്മൾ പറഞ്ഞു 2 ഉണ്ട്. ഒന്ന് മുംബൈ പോർട്ടും പിന്നൊന്ന് ജവഹർലാൽ നെഹ്റു പോർട്ടും. അതിനുശേഷം ഗുജറാത്തിൽ കാണ്ട്ല പോർട്ട്, കാണ്ട്ല തുറമുഖം. അപ്പൊ നമ്മുടെ ഈ പടിഞ്ഞാറൻ തീരത്ത് 6 ഒന്നുകൂടി എണ്ണി നോക്കി. കേരളത്തിൽ കൊച്ചി തുറമുഖം. അതിന് തൊട്ട് മുകളിൽ കർണാടകയിൽ മംഗലാപുരം പോർട്ട് അല്ലെങ്കിൽ ന്യൂ മാംഗ്ലൂർ പോർട്ട്. അതിന് തൊട്ട് മുകളിൽ ഗോവയുണ്ട്. ഗോവയിൽ മർമ്മ ഗോവ. പിന്നെ മഹാരാഷ്ട്രയിൽ മുംബൈ പോർട്ടും ജവഹർലാൽ നെഹ്റു പോർട്ടും. പിന്നെ അതിനുശേഷം ഗുജറാത്തിൽ വരുന്നത് കാണ്ട്ല പോർട്ട്. അപ്പൊ എല്ലാതും കിട്ടി. ഒന്നും കൂടി പറയാം. കേരളത്തില് കൊച്ചി പോർട്ട്, അതിന് മുകളിൽ കർണാടക, അപ്പൊ അവിടെ മംഗലാപുരം പോർട്ട്, അതിന് മുകളിൽ ഗോവയിൽ മർമ്മ ഗോവ, അതിന് മുകളിൽ മഹാരാഷ്ട്രയിൽ മുംബൈ പോർട്ടും ജവഹർലാൽ നെഹ്റു പോർട്ടും, അതിന് മുകളിൽ ഗുജറാത്തിൽ കാണ്ട്ല പോർട്ട്. കിട്ടിയില്ലേ? ഇനി നമ്മൾ ഈ കിഴക്കൻ തീരം നോക്കുമ്പോൾ ആദ്യം തമിഴ്നാട്ടിൽ നമ്മൾ പറഞ്ഞു 3 പോർട്ടുകളുണ്ട്, 3 മേജർ തുറമുഖങ്ങളുണ്ട്. ഒന്നാമത്തത് തൂത്തുക്കുടി, രണ്ടാമത്തത് ചെന്നൈ പോർട്ട്, മൂന്നാമത്തത് എണ്ണൂർ പോർട്ട് തന്നെയാണ് കാമരാജൻ പോർട്ട് എന്ന് പറയുന്നത്. ഇനി അതിന് നമ്മുടെ തമിഴ്നാട് കഴിഞ്ഞ തൊട്ടപ്പുറത്ത് കിടക്കുന്നത് ആന്ധ്രാപ്രദേശാണ് അല്ലെ. ആന്ധ്രാപ്രദേശിൽ വരുന്നത് വിശാഖപട്ടണമാണ് വരുന്നത്. ആന്ധ്രാപ്രദേശിൽ വിശാഖപട്ടണം, പിന്നെ ഒഡീഷയിൽ പാരാദ്വീപ്, അതിനുശേഷം നമ്മുടെ പശ്ചിമ ബംഗാളിൽ കൊൽക്കത്ത. അപ്പൊ ഇപ്പുറത്തെ സൈഡും 6 3 തന്നെ തമിഴ്നാട്ടിൽ തന്നെ വരുന്നുണ്ട് അല്ലെ. 3 തമിഴ്നാട്ടിൽ വരുന്നുണ്ട്, പിന്നൊന്ന് ആന്ധ്രാപ്രദേശിൽ, പിന്നൊന്ന് ഒഡീഷയിൽ, പിന്നൊന്ന് പശ്ചിമ ബംഗാളിൽ. തമിഴ്നാട്ടിലുള്ള 3 തൂത്തുക്കുടി, ചെന്നൈ, എണ്ണൂർ പോർട്ട്. ആന്ധ്രാപ്രദേശിൽ വരുന്നത് വിശാഖപട്ടണം,
ഒഡീഷയിൽ വരുന്നത് പാരാദ്വീപ്, പിന്നെ നമ്മുടെ പശ്ചിമ ബംഗാളിൽ വരുന്നത് കൊൽക്കത്ത. ഇങ്ങനെ ഇത്രയും. പിന്നെ നമ്മുടെ ആൻഡമാൻ നിക്കോബറിലെ പോർട്ട് ബ്ലെയർ അടക്കം 13 മേജർ തുറമുഖങ്ങളാണ് ഉള്ളത്. പിന്നെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി കേരളത്തിൽ നടപ്പിലാക്കുന്ന തുറമുഖ പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര കപ്പൽ പാതയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും സ്വാഭാവിക ആഴം 24 മീറ്ററിൽ കൂടുതലാണ് എന്നുള്ളതും നിർദ്ദിഷ്ട തുറമുഖത്തിന്റെ സവിശേഷതയാണ്. അന്താരാഷ്ട്ര കപ്പൽ പാതയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതും അതേപോലെ തന്നെ സ്വാഭാവികമായിട്ടുള്ള ആഴം, കപ്പലുകൾക്ക് വരുന്നുണ്ടെങ്കിൽ ആഴം കൂടുതലായിരിക്കണം അല്ലെ, തുറമുഖത്തിന്റെ ആഴം കൂടുതലായിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടുള്ള ആഴം 24 മീറ്ററിൽ കൂടുതലാണ് എന്നുള്ളതും ഈ നിർദ്ദിഷ്ട തുറമുഖത്തിന്റെ സവിശേഷതയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്കിൽ വളരെ കുറച്ച് കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇപ്പം അടുത്ത്, അതായത് 2023 അതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ വിഴിഞ്ഞം പോർട്ട് 2015 2015 സമയത്താണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് തറക്കല്ലിടുന്നതൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ നിർമ്മാണ ചുമതല ആർക്കായിരുന്നു? നിർമ്മാണ ചുമതല അദാനി പോർട്ട് ഗ്രൂപ്പിനാണ് അല്ലെ, അദാനി പോർട്ടിനാണ് നിർമ്മാണ ചുമതല. 2015 ഡിസംബറിലാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് 2023 ഒക്ടോബർ 15 2023 ഒക്ടോബർ 15 ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഉദ്ഘാടനം ആരാണ്? പിണറായി വിജയനായിരുന്നു അല്ലെ. ഉദ്ഘാടനം പിണറായി വിജയനാണ് ചെയ്തത്. ഇനി ഇവിടെ എത്തിയ ആദ്യത്തെ കപ്പൽ എന്ന് പറയുന്നത് ഷെൻഹുവ 15 എന്നാണ് അറിയപ്പെടുന്നത്. ഷെൻഹുവ 15 എന്ന് പറഞ്ഞ കപ്പലാണ്, ഒരു ചൈനീസ് കപ്പലാണ്. ശ്രദ്ധിക്കുക, ആദ്യത്തെ കപ്പലാണ് ഷെൻഹുവ 15 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ദിവ്യ S അയ്യർ ആണ്. വിഴിഞ്ഞം പോർട്ടിന്റെ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ S അയ്യർ ആണ് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഇനി വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക്, വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടുന്ന താലൂക്ക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെയ്യാറ്റിൻകര താലൂക്കാണ്. അതേപോലെ തന്നെ ആദ്യത്തെ മദർഷിപ്പ് പോർട്ട് എന്നറിയപ്പെടുന്നത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടാണ്. ആദ്യത്തെ മദർഷിപ്പ് പോർട്ട്. അപ്പൊ എന്താണ് ഈ മദർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏകദേശം ഒരു 25,000-ഓളം കണ്ടെയ്നറുകളെ വഹിക്കാൻ ശേഷിയുള്ള വലിയ കപ്പലുകൾ ഉണ്ടല്ലോ, ഭീമൻ കപ്പലുകളെയാണ് നമ്മൾ മദർഷിപ്പ് എന്ന് പറയുന്നത്. എത്രയാണ്? 25,000-ഓളം കണ്ടെയ്നറുകളെ വഹിക്കാൻ പ്രാപ്തിയുള്ള ഭീമൻ കപ്പലുകളെയാണ് നമ്മൾ ഈ മദർഷിപ്പുകൾ എന്ന് പറയാം. ഏകദേശം 350 മുതൽ 450 മീറ്റർ വരെ നീളവും 60 മുതൽ 70 മീറ്റർ വരെ വീതിയുമുള്ള ഒരു വലിയ ബഹുനില കെട്ടിടത്തിന്റെ ഉയരത്തോടും കൂടിയിട്ടുള്ള വലിയ കപ്പലുകളാണ് മദർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആദ്യത്തെ മദർഷിപ്പ് പോർട്ട് എന്നറിയപ്പെടുന്നത് വിഴിഞ്ഞം തുറമുഖമാണ്. അപ്പൊ വിഴിഞ്ഞം തുറമുഖത്തിനെ കുറിച്ച് മെയിൻ ആയിട്ട് ഓർക്കേണ്ടത് 2015 ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. ആ സമയത്ത് തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടി ആയിരുന്നു. 2023 ഒക്ടോബർ 15 ഇത് ഉദ്ഘാടനം ചെയ്തത് ഇപ്പോഴത്തെ നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ ഇതിന്റെ നിർമ്മാണ ചുമതല ഉണ്ടായിരുന്നത് അദാനി പോർട്ടിനാണ്. ഇപ്പോഴത്തെ അതിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ദിവ്യ S അയ്യർ ആണ്. ഇത് ഉൾപ്പെടുന്ന താലൂക്ക് എന്ന് പറയുന്നത് നെയ്യാറ്റിൻകര താലൂക്കാണ്. ആദ്യത്തെ മദർഷിപ്പ് പോർട്ട് എന്നറിയപ്പെടുന്നത് വിഴിഞ്ഞം പോർട്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വിഴിഞ്ഞം തുറമുഖത്തെ കുറിച്ച് മനസ്സിൽ വെക്കാം. ഇനി അടുത്തത് നമ്മുടെ വ്യോമഗതാഗതത്തെ കുറിച്ചാണ് പറയുന്നത്. വ്യോമഗതാഗതത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ വ്യോമഗതാഗതം നിയന്ത്രിക്കുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയുടെ വ്യോമഗതാഗതം നിയന്ത്രിക്കുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് നിയന്ത്രിക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കണക്കുകൾ, SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കണക്കുകളിൽ വ്യത്യാസമുണ്ട്. കാരണം ഇത് കുറച്ച് നാൾ മുമ്പത്തെ ടെക്സ്റ്റ് ആണെന്ന് അറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നമ്മുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ 11 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 11 എണ്ണം. പക്ഷെ 11 എണ്ണമല്ല, ഇപ്പൊ നിലവിൽ 34 എണ്ണം ഉണ്ട്. 34 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ 137 വിമാനത്താവളങ്ങളാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഇപ്പം നിലവിൽ 34 ഇന്റർനാഷണൽ എയർപോർട്ടുകൾ, 34 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ അടക്കം 137 വിമാനത്താവളങ്ങളാണ് ഉള്ളത്. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 11 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ അടക്കം 126 വിമാനത്താവളങ്ങൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. കണക്ക് തെറ്റാണ്. ഇപ്പൊ നിലവിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇപ്പൊ എത്രയാണ്? 34 ഇന്റർനാഷണൽ എയർപോർട്ടുകളുണ്ട്, 34 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട്. ടോട്ടൽ 137 ഇപ്പോഴത്തെ കണക്ക്. ഇനി അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകൾ കൈകാര്യം ചെയ്യുന്ന കോർപ്പറേഷനുകൾ ഒന്ന് എയർ ഇന്ത്യ, പിന്നെ
ഇന്ത്യൻ എയർലൈൻസ്, എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസുമാണ് അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകൾ കൈകാര്യം ചെയ്യുന്ന കോർപ്പറേഷനുകൾ. അപ്പോൾ ഇത്രയും കാര്യം മാത്രമേ നമ്മുടെ വ്യോമഗതാഗതത്തെക്കുറിച്ചിട്ട് SCERT പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇന്ത്യയുടെ വ്യോമഗതാഗതം നിയന്ത്രിക്കുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. നിലവിൽ 34 ഇന്റർനാഷണൽ എയർപോർട്ടുകൾ അടക്കം മൊത്തം 137 എയർപോർട്ടുകളാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ളത്. അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകൾ കൈകാര്യം ചെയ്യുന്ന കോർപ്പറേഷനുകൾ എയർ ഇന്ത്യ, ഇന്ത്യൻ എയർലൈൻസ് ഒക്കെയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഭാഗം അവസാനിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാക്സിമം സിമ്പിളാക്കി പറഞ്ഞു തരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. വ്യൂസ് കുറയുന്നതിനേക്കാളും കൂടുതൽ വിഷമം നമുക്ക് കമൻറ്റ് കുറയുമ്പോഴാണ്. കാരണം നമുക്ക് ക്ലാസ്സിനെ കുറിച്ച് ഒന്നും അഭിപ്രായങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ക്ലാസ് മോശമായതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ അടുത്ത് എക്സാം ഇല്ലാത്തത് കൊണ്ടാണോ വ്യൂസ് കുറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ നമുക്കൊരു സംശയവും ഒരു വിഷമവും ഒരു ടെൻഷനൊക്കെ വരും. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ്സിനെ കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ നിങ്ങൾ അറിയിച്ചാൽ മാത്രമേ അടുത്ത ക്ലാസ് എങ്ങനെ ചെയ്യണം എന്നുള്ള നമുക്കൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ക്ലാസ് എടുക്കാനുള്ള താല്പര്യം കുറഞ്ഞു പോകും. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക. എൻ്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അത് പോസിറ്റീവായാലും, അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം, എന്ത് അഭിപ്രായമാണെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.